ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് മൈക്രോബയോളജി എക്സാമിന് യൂഷ്വലി ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങളാണ്. ഫംഗൽ ഡിസീസസിനകത്തും ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങളാണ്. റൈനോസ്പോറിഡോസിസ് അതുപോലെ തന്നെ കാൻഡിഡിയാസിസ്. അപ്പോൾ അത് രണ്ടും ആണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അബൌട്ട് റൈനോസ്പോറിഡോസിസ്. റൈനോസ്പോറിഡോസിസ് എന്ന് പറയുന്നൊരു ക്രോണിക് ഗ്രാനുലോമാറ്റസ് ഡിസീസാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഫോർമേഷൻ ഓഫ് ഫ്രയബിൾ പോളിപ്സ് യൂഷ്വലി കൺഫൈൻഡ് ടു നോസ്, മൗത്ത് ഓർ ഐസ് ആൻഡ് റെയർലി ഇൻ മ്യൂക്കസ് മെംബ്രെയിൻസ്. റെയറായിട്ടാണ് ഈ പറയുന്ന പോലെ പോളിപ്പുകൾ മ്യൂക്കസ് മെംബ്രെയിനിൽ കാണുന്നത്. യൂഷ്വലി നമ്മളത് നോസിലും മൗത്തിലും അതുപോലെ കണ്ണുകളിലും നമുക്ക് യൂഷ്വലി ഇത് കാണാൻ സാധിക്കും. ഇത് കോസേറ്റീവ് ഏജൻറ്റ് ഓഫ് ദിസ് ഡിസീസ് ഇസ് റൈനോസ്പൊറിഡിയം സീബറി ആണ്. 80% കേസസും ഇന്ത്യയിലും ശ്രീലങ്കയിലുമാണ് കണ്ടിട്ടുള്ളത്. ആൻഡ് മോഡ് ഓഫ് ഇൻഫെക്ഷൻ ഇസ് നോട്ട് നോൺ. ആക്ച്വലി ഇത് മോഡ് ഓഫ് ഇൻഫെക്ഷൻ കറക്റ്റ് അറിയത്തില്ല. പക്ഷേ കണ്ടുവരുന്നതിൽ നമ്മൾ നോക്കുമ്പോൾ കൂടുതൽ മെയിൽസ് ഹു ആർ റിലേറ്റഡ് വിത്ത് അക്വാറ്റിക് ലൈഫ് അല്ലെങ്കിൽ സ്റ്റാഗ്നഡ് വാട്ടറുമായിട്ട് കൂടുതൽ ഇടപെടുന്ന മെയിൽസിനാണ് കൂടുതലായിട്ട് ഇത് കോമൺ ആയിട്ട് കാണുന്നത്. ഇനി ലാബ് ഡയഗ്നോസിസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫംഗസ് ദിസ് ഫംഗസ് ഹാസ് നോട്ട് ബീൻ കൾട്ടിവേറ്റഡ് യെറ്റ്. ഇതുവരെ കൾട്ടിവേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് കൾച്ചറിങ് നമുക്ക് പറയാൻ ഇതിനകത്ത് പറ്റില്ല. പിന്നെയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയഗ്നോസിസ് ഡിപ്പെൻസ് ഓൺ ദി ഡെമോൺസ്ട്രേഷൻ ഓഫ് സ്പൊറാഞ്ചിയ. ദർ ഇസ് എ സ്പൊറാഞ്ചിയ ഫൗണ്ട്. അപ്പോൾ അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ടിഷ്യൂ സെക്ഷൻസ് നമുക്ക് സ്റ്റെയിൻ ചെയ്യാം. സ്റ്റെയിൻ ചെയ്യുമ്പോൾ H&E സ്റ്റെയിനിങ് നമ്മൾ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ ലാർജ് നമ്പർ ഓഫ് എൻഡോസ്പോർസ് ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻസൈഡ് സ്പൊറാഞ്ചിയ. അപ്പം അതും പറഞ്ഞിട്ട് ഈ ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. ഈ ഫോട്ടോയും കൂടി ഈ ഒരു ഡയഗ്രാമും കൂടെ വരച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി പെർഫെക്റ്റ്ലി ഓക്കെ. സോ റൈനോസ്പോറിഡോസിസ് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ട കാര്യങ്ങൾ ക്രോണിക് ഗ്രാനുലോമാറ്റസ് ഡിസീസാണ്. ക്യാരക്ടറൈസ്ഡ് ബൈ ഫ്രയബിൾ ആയിട്ടുള്ള polyps, by formation of friable polyps which are usually seen in nose, mouth and eyes and rarely seen in the mucous membrane. And this is a disease which is usually in the 80% cases of this disease is occurring in India and Sri Lanka. പിന്നെ പറയേണ്ടത് the infection mode is not known, but it is said that the most of the infections are occurring in males who are usually in contact with water or stagnant water or aquatic life, and this is caused by Rhinosporidium seaberi. Okay, now lab diagnosis cultivation is not being done. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഡെമോൺസ്ട്രേഷൻ ഓഫ് ദി സ്പെറാഞ്ചിയ വെച്ചിട്ടാണ് H&E സ്റ്റെയിൻ ചെയ്യുമ്പോൾ we can see so many endospores inside സ്പെറാഞ്ചിയ. Okay, now coming to candidiasis, which is very very important. Okay, usually examine questions candidiasis കാണും. Candidiasis എന്ന് പറഞ്ഞ disease is caused by Candida albicans. 80-90% കേസസും Candida albicans ആണ്. പക്ഷേ there are other candidiasis causing micro organism or funguses. Okay, infection of skin mucosa and internal organs are basically observed, and Candida albicans are normal inhabitant of skin, GIT, oral and vaginal cavity. So ഈ പറയുന്ന സ്കിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് ആയിക്കോട്ടെ, ഓറൽ ക്യാവിറ്റി ആയിക്കോട്ടെ, വെജൈനൽ ക്യാവിറ്റീസ്, ഇവിടെയൊക്കെ ഇതൊരു നോർമൽ ഇൻഹബിറ്റൻ്റ് ആണ്. ഓക്കെ, അപ്പം എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടിട്ടാണ് ഇത് കാരണമുള്ള പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പേ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് ആൻ ഓപ്പർച്യൂണിറ്റിക് എൻഡോജീനിയസ് ഇൻഫെക്ഷൻ. ഓപ്പർച്യൂണിസ്റ്റിക് ആണ് അല്ലേ. സം ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഇറ്റ് ഈസ് മേക്കിംഗ് എൻ ഇൻഫെക്ഷൻ. ഓക്കെ, ദാറ്റ് ഇസ് ഇറ്റ്. മോർഫോളജി എടുക്കുകയാണെങ്കിൽ നമ്മളൊരു സ്പൊറാഞ്ചിയുടെ അകത്ത് കുറേ എൻഡോസ്പോസ് ഒക്കെ കണ്ടല്ലോ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവോയിഡ് ഓർ സ്പെറിക്കൽ ഷേപ്ഡ് ആയിട്ടുള്ള ബഡ്ഡിങ് ഈസ്റ്റ് സെല്ലാണ്. ആക്ച്വലി ഇത് ഈസ്റ്റ് ലൈക്കാണ് Candida albicans. ഓക്കെ, ഈസ്റ്റ് പോലെ ബഡ്ഡിങ് കാണാം. ഓവോയിഡ് ഓർ സ്പെറിക്കൽ ഇങ്ങനെ ബഡ്സ് കാണാം. Several other species of Candida are there. Here you can see another important thing is that the pseudohypha എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. This is also can be observed in this Candida albicans. ഓക്കെ, എന്നിട്ട് ഈ ഡയഗ്രാം കൂടെ വരച്ച് വെച്ചാൽ പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ സ്പീഷീസ് ഓഫ് കാൻഡിഡ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് സ്പീഷീസ് ആർ ദെയർ. എല്ലാ സ്പീഷീസും ഒന്നും പറയണ്ട, ഇതിനകത്ത് തന്നെ ഞാൻ ആപ്പാട് 5 പറഞ്ഞിട്ടുണ്ട്. കാൻഡിഡ വിശ്വനാഥി, കാൻഡിഡ ക്രൂസെ, കാൻഡിഡ ട്രോപ്പിക്കാലിസ്, കാൻഡിഡ ഗ്ലാബ്രേറ്റ, കാൻഡിഡ സ്റ്റെലറ്റോയിഡ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട്. യു ക്യാൻ റിമെമ്പർ ഈവൻ കാൻഡിഡ വിശ്വനാഥി ക്യാൻ ബി റിമെമ്പർ. കാൻഡിഡ സ്റ്റെലറ്റോയിഡ വിചാരിക്കാം, കാൻഡിഡ ഗ്ലാബ്രേറ്റ, കാൻഡിഡ ക്രൂസി. ഓക്കെ,
ഇഷ്ടമുള്ളതിൽ 2-3 ഓർത്ത് വെച്ചേക്കുക. പിന്നെ പാത്തോജെനസിസ് എന്ന് പറയുമ്പം ബേസിക്കലി ഞാൻ പറഞ്ഞു ദിസ് ഇസ് എൻ ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഡോജീനസ് ഈ ഡിസീസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആണ്. അപ്പോൾ പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ്, എന്തുകൊണ്ട് വരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ചില പ്രത്യേകതരം കണ്ടീഷൻസ്, ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കുന്ന കുറേ കണ്ടീഷൻസ് ഉണ്ടല്ലോ. യൂഷ്വലി നോർമൽ ഇൻഹിബിറ്റൻസ് ആണല്ലോ ഈ പറഞ്ഞ ഫംഗസ്. അപ്പം എന്തെങ്കിലും ഇമ്മ്യൂണിറ്റി കുറയുമ്പോഴാണ് ഈ ഒരു ഫംഗസ് നമ്മുടെ ബോഡിക്ക് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്നത്. അപ്പം ഡയബറ്റിസ്, ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി, മാലിഗ്നൻസി, പ്രൊലോങ്ഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ്, പേഷ്യൻസ് ഓൺ ഇമ്മ്യൂണോ സപ്രസീവ് ഡ്രഗ്സ്, ഇൻട്രാവീനസ് കെത്തറ്റേഴ്സ്, ഇതൊക്കെയാണ് പ്രീ ഡിസ്പോസിങ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ലീഷൻസ് ആർ കോസ്ഡ്, സോ മെനി ലീഷൻസ് ആർ കോസ്ഡ്. അതിന് ഡിഫറെൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. മ്യൂക്കോക്യൂട്ടേനിയസ് ഉണ്ട്, അല്ലാണ്ട് സിസ്റ്റമിക് ഒരു സിസ്റ്റത്തിൽ കോസ് ചെയ്യുന്നതുണ്ട്, സ്കിന്നിലും നെയിൽസിലും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് മ്യൂക്കോക്യൂട്ടേനിയസ് ലീഷൻസ് നോക്കാം. അതാണ് ഓറൽ ത്രഷ്, വൾവോ വജൈനൈറ്റിസ്, ബലനൈറ്റിസ്, കെരട്ടൈറ്റിസ്, കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുന്നത് മ്യൂക്കോക്യൂട്ടേനിയസ് ലീഷൻസ് ആണ്. ഇനി ക്രോണിക് മ്യൂക്കോക്യൂട്ടേനിയസ് ലീഷൻസ് അല്ലെങ്കിൽ കാൻഡിഡിയാസിസ് നമുക്ക് കാണാൻ സാധിക്കും. വിച്ച് കേസിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസീസ് ഉള്ള പേഷ്യൻസിൽ ഇത് സിവിയർ ആയിട്ട് നമുക്ക് ക്രോണിക് മ്യൂക്കോക്യൂട്ടേനിയസ് ഇൻഫെക്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നൗ സ്കിൻ ആൻഡ് നെയിൽ ഇൻഫെക്ഷൻസ്. സ്കിൻ ആൻഡ് നെയിൽ ഇൻഫെക്ഷൻസ് പറയുമ്പോൾ സാധാരണ നെയിലിലും സ്കിന്നിലും വരുന്ന എന്തൊക്കെയാണ് നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻസ്, അത് ആ കാര്യം തന്നെ നമുക്ക് വേണമെങ്കിൽ അത് തന്നെയാണ് ഇതിനകത്ത് പറയേണ്ടത്. അപ്പോൾ സ്കിന്നിൽ വരുന്ന എന്താണെന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ ഇൻ ദി ആക്സിലയിലോ അല്ലെങ്കിൽ ഗ്രോയിൻ ഏരിയാസിലോ പെരിനിയത്തിലുള്ള സബ് മാമറി ഫോൾസിലോ കാണുന്ന സ്കിൻ ഇൻഫെക്ഷൻസ് ആണ് ബേസിക്കലി ഉള്ളത്. പിന്നെ നെയിൽസിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫിംഗർ വെബ്സിൻ്റെ ഇൻഫെക്ഷൻസ്, അതുപോലെ നെയിൽ ഫോൾസ് ഇൻഫെക്ഷൻ, പാരനീഷ്യ ആൻഡ് ഓൺഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷനുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂഷ്വലി വെള്ളം കൈയിട്ട് വെക്കുന്ന ആൾക്കാർ, നിൽക്കുന്ന ആൾക്കാർക്കാണ് ഈ ഒരു കണ്ടീഷൻസ് കാണാൻ സാധിക്കുന്നത്. ഇനി നാപ്കിൻ ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞ ഡെർമറ്റൈറ്റിസ് ഉണ്ട്, വിച്ച് ഇസ് യൂഷ്വലി സീൻ ഇൻ ഇൻഫൻസിലാണ് യൂഷ്വലി കാണുന്നത്. ഓക്കെ, ഇനി സിസ്റ്റമിക് കാൻഡിഡിയാസിസ് എന്ന് പറയുന്നത് സിസ്റ്റങ്ങളെ എഫക്ട് ചെയ്യുന്നതാണ്, അതായത് ഇന്റേണൽ ഓർഗൻസിനെ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, മെനിഞ്ചൈറ്റിസ്, എൻഡോകാർഡൈറ്റിസ്, പൾമണറി കാൻഡിഡിയാസിസ്, സെപ്റ്റസിമിയ ദി എക്സാമ്പിൾ. ഓക്കെ, അടുത്തത് ലാബ് ഡയഗ്നോസിസ്. ഇതിന് നമ്മൾ എങ്ങനെയൊക്കെ ഡയഗ്നോസിസ് ചെയ്യാം? ഓക്കെ, അതിൻ്റെ ഓർത്തിരിക്കാൻ വേണ്ടി ആസ് ഡിസ്ക് എന്നാണ് ഞാൻ ഓർത്തത്. ആസ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ AS പിന്നെ DISCS. ഓക്കെ, ആസ് ഡിസ്ക്സ് അല്ലെങ്കിൽ ആസ് ഡിസ്ക് എന്ന് മതി കേട്ടോ, ഡിസ്ക്സ് എന്ന് വേണ്ട, ആസ് ഡിസ്ക്, ഒരു ഡിസ്ക് പോലെ. അപ്പോൾ ആസ് ഡിസ്ക്. അപ്പോൾ ആസ് എന്ന് പറഞ്ഞിട്ട് A എന്ന് പറയുന്ന ആൻറ്റിജൻ ഡിറ്റക്ഷനാണ്, പിന്നെ S സ്കിൻ ടെസ്റ്റാണ്, പിന്നെ ഡയറക്റ്റ് മൈക്രോസ്കോപ്പി, D ഫോർ ഡയറക്റ്റ് മൈക്രോസ്കോപ്പി, I ഫോർ ഐഡൻറ്റിഫിക്കേഷൻ, S ഫോർ സെറോളജി ആൻഡ് C ഫോർ കൾച്ചർ. അപ്പോൾ ഡയറക്റ്റ് മൈക്രോസ്കോപ്പി എന്ന് പറയുമ്പം മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ചിട്ട് നമ്മൾ നോക്കുന്നതാണിത്. നമുക്ക് സ്യൂഡോ ഹൈഫേസ് ഒക്കെ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി കൾച്ചർ സ്റ്റെയിനിങ് ചെയ്തിട്ടുള്ളതാണ് ഡയറക്റ്റ് മൈക്രോസ്കോപ്പ്. ഇനി കൾച്ചർ എന്ന് പറയുമ്പം അതിന് സ്പെഷ്യൽ മീഡിയാസ് ഉണ്ട്. ബ്ലഡ് അഗറാണ് യൂഷ്വലി എനിക്ക് തോന്നുന്നു. അപ്പം അത് പോലെയുള്ള മീഡിയാസ് നമ്മൾ കൾച്ചർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കൾച്ചർ ചെയ്യുമ്പോൾ ഒരു ക്രീമി ലൈക്ക് പേസ്റ്റ് ലൈക്ക് അപ്പിയറൻസ് നമുക്ക് ഉണ്ടാക്കും. ഓക്കെ, ഈ കാൻഡിഡിയാസിൽ കാൻഡിഡ ആൽബിക്കൻസ്. ഇനി ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ സെവറൽ ടെസ്റ്റ് ഉണ്ട്, ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ്. അതിനകത്ത് വരുന്നത് ജേം ട്യൂബ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്, പിന്നെ ക്ലാമിഡോസ്പോർ ഉണ്ട്, പിന്നെ കാർബോഹൈഡ്രേറ്റ് ഫെർമെൻറ്റേഷൻ ആൻഡ് കാർബോഹൈഡ്രേറ്റ് ആസിമിലേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള 3 ടെസ്റ്റുകളാണ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പം ആ കാറ്റഗറി വരുന്നത്. പിന്നെ സെറോളജിക്കൽ ടെസ്റ്റുകൾ നടത്താം, പിന്നെ സ്കിൻ ടെസ്റ്റുകൾ നടത്താം, അതുപോലെ ആൻറ്റിജൻ ഡിറ്റക്ഷൻ ടെസ്റ്റ് ഉണ്ട്. ആൻറ്റിജൻ ഡിറ്റക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ LDC ആണ്. അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ലാബ് ഡയഗ്നോസിസ്. ട്രീറ്റ്മെൻറ്റ്, നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റാണ് ഈ കാൻഡിഡിയാസിസിന് നമ്മൾ കൊടുക്കുന്നത്? അപ്പം ഒന്നാമത്തെ ട്രീറ്റ്മെൻറ്റ് വെച്ചാൽ നമുക്ക് പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സിനെ റിമൂവ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ സൂപ്പർഫിഷ്യൽ ഇൻഫെക്ഷൻസ് ആണെങ്കിൽ വി ക്യാൻ ഗിവ് ടോപ്പിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ഇമിഡസോൾസ് ലൈക്ക് മൈക്രോണിഡസോൾ അല്ലെങ്കിൽ ക്ലോട്രിമിസോൾ എന്നൊക്കെ പറഞ്ഞ് ഇമിഡസോൾസ് കൊടുക്കാം. അതാണ് സൂപ്പർഫിഷ്യൽ ഇൻഫെക്ഷൻസ് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത്. സിസ്റ്റമിക് ഇൻഫെക്ഷൻസ് ആണെങ്കിൽ ആംഫോടെറിസിൻ B ആണ് കൊടുക്കുന്നത്. ആംഫോടെറിസിൻ B ഈസ് ഗിവൺ അലോങ് വിത്ത് എ ഡ്രഗ് കോൾഡ് 5-fluorocytosine cytosine. Cytosine is given with it. Okay.
അപ്പം അത്രയാണ് കാൻഡിഡിയാസിസിനെ കുറിച്ച് ചോദിച്ചാൽ പറയേണ്ടത്. അപ്പോൾ കാൻഡിഡിയാസിസ് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കാൻഡിഡിയാസിസിനെ കുറച്ച് കാര്യങ്ങൾ, ഏത് ഓർഗാനിസമാണ് കോസ് ചെയ്യുന്നത്, എങ്ങനെയാണ് എന്നൊക്കെ എഴുതണം. പിന്നെ കുറേ അതിൻ്റെ മോർഫോളജി എഴുതണം. പിന്നെ അതിൻ്റെ പാത്തോജനസിസ് എന്ന് പറയുമ്പോൾ പിന്നെ ഡിസ്പോസിങ് ഫാക്ടേഴ്സൊക്കെ എഴുതണം. അതിനുശേഷം പിന്നീട് അതിൻ്റെ ഡിഫറെൻറ്റ് ഡിസീസസ്, പല സ്ഥലത്തിൽ ഡിസീസസ് ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഡിസീസ്, മ്യൂക്കോക്യൂട്ടേനിയസ് ആയിക്കോട്ടെ, ക്രോണിക് മ്യൂക്കോക്യൂട്ടേനിയസ് ആയിക്കോട്ടെ, സ്കിൻ ആൻഡ് നെയിൽസിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇനി ഇൻറ്റേർണൽ ഓർഗൻസിലായിക്കോട്ടെ, സിസ്റ്റമിക് അല്ലേ, അതെല്ലാം എഴുതുക. അതിനുശേഷം പിന്നീട് ലാബ് ഡയഗ്നോസിസ് എഴുതണം, എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. പിന്നെ ട്രീറ്റ്മെൻറ്റും എഴുതണം. ഓക്കെ, ഇത് എഴുതുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആയി. ഇഫ് യു ക്യാൻ യു ഡ്രോ എ ഡയഗ്രാം ഓൾസോ. ഇത്രയാകുമ്പോഴത്തേക്കും കാൻഡിഡിയാസിസ് ഇസ് ഓവർ. റൈനോസ്പോറിഡിയോസിസ് ആണെങ്കിൽ അവിടെയും സിമ്പിളാണ്, ഇതിൻ്റെ അത്രയും പാടില്ല. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ബൈ ബൈ.